നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? അവരുടെ ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. കൂടുതൽ പേരും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. കൂടുതൽ പേർക്കും അത് ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു പേഴ്സൺ, കുറച്ച് പേർക്ക് ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നുണ്ട്. മേ ബി ഇവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ലൈഫ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഹാപ്പി ഫാമിലിയാണ് അവർ ഈ ഒരു സമയത്ത് അവർ ഡ്രീം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറി നിങ്ങൾക്കിടയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സോളിഡ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കുമെന്ന് കാണുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് പാത്ത് ഓപ്പൺ ആവുന്നതായിട്ടാണ് കാണുന്നത്. നമ്പർ 33 ഓർ 333 111 എന്നുള്ള നമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ ആ വ്യക്തി ഒരുപാട് ആങ്ഷ്യസ് ആണ്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്തിട്ട് ഒരുപാട് ആങ്ഷ്യസ് ആണ്. നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമെന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളും അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒത്തിരി ആക്റ്റീവായിട്ട് കാണുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിങ്ങളുടെ സ്നേഹം നഷ്ടമായി പോകുമോ എന്നുള്ള ഒരു ആശങ്കയുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അവരുടെ ലൈഫിൽ 2 കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഫിനാൻഷ്യൽ ട്രബിൾ കൂടുതൽ പേർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യം, മേ ബി ലൈഫിലുള്ള സ്ട്രഗിൾസ് ആയിരിക്കാം. അതിലൂടെയൊക്കെ ഒരുപാട് അവർക്ക് പൊരുതേണ്ടതായിട്ടുള്ള സാഹചര്യം കാണുന്നുണ്ട്. മേ ബി അവർക്ക് കരിയർ പ്രോബ്ലം ഉണ്ടായിരിക്കാം കുറച്ച് പേർക്കെങ്കിലും. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ. അപ്പോൾ അതിന്റെ പേരിൽ അവർക്ക് നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, നിങ്ങളെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് പേർക്ക് അത് ഫിനാൻഷ്യൽ ട്രബിൾ ആണെങ്കിലും ആ ഒരു ഇഷ്യൂ ഇപ്പോൾ അത് എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ സ്ട്രെങ്ത് കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. 3 കാർഡ്സും നമുക്ക് വളരെ പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ തന്നെ ജീവിത സാഹചര്യങ്ങൾ ആ വ്യക്തിയെ എത്രമാത്രം ഡിമോട്ടിവേറ്റ് ചെയ്താൽ പോലും അവര് നിങ്ങൾക്ക് അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം നിങ്ങളെ ഏത് സാഹചര്യമാണോ നിങ്ങളെ തമ്മിൽ അകറ്റുന്നത്, ആ ഒരു സാഹചര്യം എത്ര തന്നെ വലുതാണ് എങ്കിൽ പോലും അവര് നിങ്ങളോടുള്ള പ്രണയം അത്രയധികം പ്രഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. മേ ബി അത് പ്രൂവ് ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ഓരോരോ നിമിഷത്തിലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരധികം എക്സ്പ്രസീവ് ആയിരിക്കില്ല. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവാം. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് പോലും ഈ വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല. ഓക്കെ. അത്തരം ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഈ വ്യക്തി കാണിക്കുന്നത് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഈ വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ളത് റിയൽ ആയിട്ടുള്ള സ്നേഹമാണോ എന്ന് പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ്, വളരെ സിൻസിയർ ആയിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ പോലും അവര് എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. യെസ്. ഡെഫിനിറ്റ്ലി ആ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളും പലരും
ഒരുപാട് തവണ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ചേഞ്ച് ലൈഫിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സാഹചര്യം മാറണം എന്ന് നിങ്ങൾ 2 പേരും ഒരുപോലെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. യെസ്, ഡെഫിനിറ്റ്ലി നിങ്ങൾ ഒരുമിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ്. 111 ഓർ 1111 എന്നുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനായിട്ട് കാണുക. യൂണിവേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾ ഒരു എക്സ്പെക്റ്റേഷനും കൊടുക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുക. ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സഫലമായി വന്ന് ചേരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. യെസ്, തീർച്ചയായിട്ടും ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം ഈ വ്യക്തിയായിട്ട് തന്നെ സോൾവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക, നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. മനസ്സിലെ അനാവശ്യമായിട്ടുള്ള ചിന്തകളിലോട്ട് കടത്തിവിടാതെ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്തിട്ട് മനസ്സിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. ഓക്കെ, എന്തൊക്കെ പ്രോബ്ലംസ് ആണോ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ നിങ്ങൾ എല്ലാം യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ്. ആ ഒരു എനർജി ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഡെഫിനറ്റ്ലി ഐ ടോൾഡ് യു, അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി മറ്റ് വ്യക്തികൾ വഴിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ എല്ലാം നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഐ ഫീൽ ഡീപ്പ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു, ഐ മിസ് യു ഡിയർ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോടിപ്പോൾ ഒരുപാട് ഒരുപാട് സ്ട്രോങ് ഫീലിങ്സ് അവരുടെ മനസ്സിൽ അവർക്ക് ഫീൽ ചെയ്യുന്നു. ആൻഡ് ഐ ആം റെഡി ടു കമ്മിറ്റ്. ഓക്കെ, ആൻഡ് ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചത്. ആൻഡ് യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയധികം ഫീലിങ്സ് ഉണ്ട് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ. ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തൊക്കെയോ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരും എന്ന് അവർ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് തന്നെയാണ് കാണുന്നത്.